പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസവും ഇനി വീഡിയോ ഇടണമെന്നൊക്കെ വെച്ചിട്ടാണ് കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തത്. പക്ഷേ അതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയമൊന്നും കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ തകൃതിയായിട്ട് കല്യാണം വിളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ തന്നെ കല്യാണം വിളിക്കാൻ ഇറങ്ങും. ഒരു 4-5 മണി വരെയൊക്കെ വിളിയൊക്കെ നടത്തിക്കഴിഞ്ഞാണ് വീട്ടിലെത്തുക. അപ്പോൾ എല്ലാ ദിവസവും നല്ല വെയിലൊക്കെ പിടിച്ചങ്ങനെ നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് മുഹമ്മ ആലപ്പുഴ റൂട്ടിലാണ് കല്യാണം വിളിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വീടൊക്കെ വിളിച്ചതിന് ശേഷം എന്താ ഹസ്ബൻഡിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള കൂടെ വർക്ക് ചെയ്തിട്ടുള്ള സുഹൃത്താണ് കേട്ടോ. ആ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേ നോക്കിക്കേ, ഇവിടെ ഒരു പ്രത്യേക സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിമയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം അച്ഛനുണ്ടല്ലോ ഭാഗവത ആചാര്യനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് അച്ഛൻ ഉണ്ടായിരുന്നില്ല, അമ്മ ഉണ്ടായിരുന്നു, പിന്നെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ്റെ വൈഫും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ വന്നിട്ട് ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. അതുകൂടാതെ ഇത് നോക്കിക്കേ, ഇവിടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ ഒരുപാട് വർക്കൊക്കെ പെരക്കകത്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഒരു നല്ല പ്രാർത്ഥനാ ഗീതമൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ചൊല്ലിയൊക്കെ നോക്കി കേട്ടോ. നമുക്ക് നല്ല ലളിതമായിട്ടുള്ളതും അതുപോലെ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള വരികളാണ് ആ ഭിത്തിയിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിച്ചൊക്കെ നോക്കി. അപ്പോൾ അമ്മ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ്റെ വൈഫും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ തരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതെ, ഈ മുറിയിലുണ്ടല്ലോ, ഈ മുറിയിലിട്ടൊക്കെ കയറിയിട്ടൊക്കെ നമുക്ക് ആ വീട്ടുകാരുടെ ഒരു നമ്മളോടുള്ള പെരുമാറ്റവും അതുപോലെ തന്നെ ഒരു പ്രത്യേക കുളിർമ അന്തരീക്ഷത്തിനും അതെ ആ വീട്ടിലുള്ള അംഗങ്ങളുടെ പെരുമാറ്റമാണെങ്കിലും അത്രയ്ക്കും നമുക്ക് ഹൃദയ സ്പർശിയായിട്ടുള്ള ഒരു എന്താ പറയുന്നത് എനിക്കറിയില്ല, അത്രയ്ക്ക് നല്ല ഒരു അന്തരീക്ഷമായിരുന്നു നമ്മളിവിടെ വന്നിട്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത്, അപ്പോൾ ഇവിടെ 2 കുഞ്ഞു കുട്ടികളുണ്ട് കേട്ടോ. അവർ ഭിത്തിയിലൊക്കെ വരച്ച് അവരുടേതാകുന്ന കലാപരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ കിച്ചണിൽ നല്ല പാചകമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിച്ചണൊക്കെ. പിന്നെ വേറൊരു അടുക്കള, വേറൊരു കിച്ചൺ കൂടെ ഇവർക്കുണ്ട് കേട്ടോ. അവിടെ നല്ല അത്യാവശ്യം ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ അച്ഛൻ വരച്ചിട്ടുള്ളതാണ് ഈ ചിത്രങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്, നമുക്ക് കണ്ണെടുക്കാൻ തോന്നത്തില്ല. അപ്പോൾ അവിടെ അമ്മ അതെല്ലാം വിവരിച്ചൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അമ്മ അതെല്ലാം പറഞ്ഞു തരുവാണേ. ഇത് കണ്ടോ, അത് കണ്ട ഒരു വീടിന്റെ വാതിക 2 പിള്ളേർ നിൽക്കുന്ന ഇത് കണ്ട തെങ്ങ് വീട്, ഓല വീട്, പണ്ടത്തെ ഓല വീട്, 2 പിള്ളേർ നിൽക്കണം. നമ്മുടെ അകത്തെ മുറിയിലെത്തിനേക്കാളും നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ ഭിത്തിയില് കാണാനായിട്ട്. ഇവിടെ പിന്നെ ഇപ്പുറത്ത് നല്ല ഭംഗിയാണ്, നല്ല ഭിത്തിയാണ്. 2 തെങ്ങ് അല്ലേ, പനയായിട്ടുള്ള. പിന്നെ ഇത് നല്ല ശരിയാണ്. വീട് കണ്ട ഓല വീട് പണ്ടത്തെ ഇത് കണ്ട തെങ്ങ്, 2 പിള്ളേര്, അവിടെ 2 പേര് കുളിച്ചല്ല, അവിടെ ഒരു കോള. ഓലയുടെ വീട്, ഓല വീട് അവിടെ നല്ല ശരിയായിരുന്നു. വെട്ടം വേണ്ടിയിരുന്നല്ലേ, ഒരു ലൈറ്റ് അടിച്ചിരുന്ന നല്ല വെട്ടം. ഒരു പ്രാവശ്യം ഞാൻ വരാം, അന്നേരം വെട്ടമൊക്കെ ഇട്ട് പിടിച്ചെടുക്കാം അല്ലേ. ഇവിടെ നല്ല സൗകര്യം ഉണ്ട് കേട്ടാ. സൂപ്പറായിട്ടുണ്ട്. ഒരു പലകപ്പരയായിരുന്നു. ഇന്ന് ഞാൻ പോകില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഗുരുദേവനെ അച്ഛൻ വരച്ചതാണ് ഇവിടുത്തെ. അതുപോലെ കൃഷ്ണന്റെ പ്രതിമ അച്ഛൻ ഉണ്ടാക്കിയതാണ്. അച്ഛനെ കാണാൻ പറ്റിയില്ല. അച്ഛനെ എവിടെ പോയിരിക്കുന്ന എന്തമ്മേ, അച്ഛനെ എവിടെ പോയിരിക്കുകയാണ് ഇപ്പോഴും? കൂറ്റുവരി അമ്പലത്തിൽ വായിക്കാൻ പോയില്ലേ? എന്റെ ചേച്ചിയുടെ വീടുണ്ട്, അവിടെ അമ്പലമുണ്ട്. ആണല്ലേ, അവിടെയൊക്കെ പോയിട്ട് വരുവുള്ളൂ. കർക്കിടക മാസം കാട്ടിപ്പറമ്പിൽ വിവാഹം 12 നടത്തിയിട്ടേ അവിടുന്ന് കൊടുത്തില്ലേ. കാട്ടിപ്പറമ്പ് ഇത് കാട്ടുകട അമ്പലത്തിൽ കണ്ട കാട്ടുകട അമ്പലം എനിക്ക് പറഞ്ഞു കേട്ട് നന്നായിട്ട്. എല്ലാം ശുഭമാകും. നല്ല വാചകമാണ് കേട്ടോ. ഈ ഒരു ആത്മവിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. എല്ലാം ശുഭമാകും എന്നുള്ളൊരു ആത്മവിശ്വാസം.
അപ്പോൾ ശരിക്കും അച്ഛനെ കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ പോരുന്നതിന് മുമ്പ് അച്ഛൻ എത്തിയില്ല. അപ്പോൾ നോക്കിക്കേ ഈ പ്രതിമ. അപ്പോൾ ഇത് ഓണത്തിനൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പെയിൻറ്റൊക്കെ ചെയ്ത് പുതിയ ഡ്രസ്സൊക്കെ ഓണത്തിനൊക്കെ ചെയ്യുമെന്നൊക്കെ അവിടെ അമ്മയും അതുപോലെ തന്നെ കൂട്ടുകാരൻ്റെ വൈഫുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അമ്മയുടെയും അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെയൊക്കെ പെരുമാറ്റമൊക്കെ നമുക്ക് നല്ല നല്ല അനുഭവങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ഹൃദയം നിറഞ്ഞ് തന്നെയാണ് നമ്മൾ ആ വീട്ടിൽ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പോരാൻ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്നോളാം, ഏട്ടൻ പോയി വിളിച്ചിട്ടൊക്കെ വരാൻ പറഞ്ഞു. അത്രയ്ക്ക് നമുക്ക് ആ അമ്മയുടെ പെരുമാറ്റമൊക്കെ ശരിക്കും നമ്മുടെ സ്വന്തം അമ്മയുടെ അടുത്ത് ചെന്നതുപോലെ കേട്ടോ. അപ്പോൾ എനിക്ക് അച്ഛനെയും കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ മുഹമ്മയിൽ തന്നെ ഒരു 3-4 വീട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂട്ടുകാരുടെ വീടാണ് 1-2 അപ്പോൾ അടുത്ത ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ മുഹമ്മയിലുള്ള ഒരു സ്കൂള്, ഒരു പള്ളി, അതിൻ്റെയൊക്കെ വാതിക്കൽ കൂടെ പോവുകയാണ്. അപ്പോൾ ഈ സ്കൂളിൽ ഞാൻ നേരത്തെയും വന്നിട്ടുള്ളതാണ്. അപ്പോൾ മോള് പണ്ട് NCCയുടെ ക്യാമ്പിന് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ മോളെ കാണാനായിട്ടൊക്കെ ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനടുത്ത് തന്നെയായിട്ടാണ് മറ്റൊരു ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഫ്രണ്ട് വീട്ടിലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെയും വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈഫും വൈഫിൻ്റെ അമ്മയുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അവിടെ കല്യാണമൊക്കെ വിളിച്ചു. അതിനുശേഷം നമ്മൾ അടുത്തടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കാൻ നല്ല മാങ്ങാഞ്ഞാറ് ചെടിയൊക്കെ നമ്മുടെ കിടക്കുന്നുണ്ട്. പിന്നെ വാതിക്കയിൽ ഒരു പൂച്ചക്കുട്ടിയൊക്കെ അവിടെ കസേര കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു. പിന്നെ ഹോളിംഗ് ബെല്ല് കൊടുത്ത് കുറച്ച് സമയം നിന്ന് കേട്ടോ. അവിടെ അകത്ത് ആൾക്കാർ ഉറക്കമായിരുന്നു, ഇറങ്ങി വരാൻ ഇത്തിരി വൈകിട്ടുണ്ടായിരുന്നേ. പിന്നെ അതും കഴിഞ്ഞിട്ട് അടുത്ത കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും നമുക്ക് ഗംഭീര സ്വീകരണം തന്നെയായിരുന്നു. ഇവിടെ പിന്നെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കൂട്ടുകാരൻ റിട്ടയർഡായ കൂട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ വൈഫും അതുപോലെ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ അതിനൊക്കെ ശേഷം വീട്ടിൽ വന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്ക്. അപ്പോൾ മറ്റൊരു വിശേഷം എന്ന് പറയാനായിട്ട് സന്ധ്യയ്ക്ക് ഞാൻ വിളക്ക് വെക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ മോളുണ്ടല്ലോ ഇന്ന് പഴനിക്ക് പോവുകയാണ്. ഇപ്പോൾ മോളും കുടുംബ വീട്ടിൽ നിന്ന് അനിയന്മാർ 2 പേരും ഒക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ മോള് ലഗേജൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ മോളെയായിട്ട് അങ്ങോട്ട് പോകാനായിട്ട് പോവാണ്. അപ്പോൾ വണ്ടിയൊക്കെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങുവാണേ. അപ്പോൾ സാധാരണ പഴനിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ 3 ഫാമിലി ഒരുമിച്ചാണ് പോകാറുള്ളത് കേട്ടോ. പക്ഷേ ഇത്തവണ നമുക്ക് കല്യാണം വെളിയൊക്കെ ഇങ്ങനെ തകൃതി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് മോള് മാത്രം പോകുന്നത്. പിന്നെ അനിയന്മാരും അനിയത്തിമാരും അമ്മയും പിള്ളേരും എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ലഗേജൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാത്തൂൻ്റെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ പോകാനായിട്ടൊക്കെ ഇരുന്നാണ്. പിന്നെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പിള്ളേർ പോയില്ല. അങ്ങനെ വണ്ടിയിലേക്ക് ഓരോന്നൊക്കെ എടുത്തൊക്കെ വെക്കാനായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാത്തൂൻ്റെ പിള്ളേരും അതുപോലെ തന്നെ അനിയൻ്റെ കുട്ടിയൊക്കെ കൂടെ നമ്മുടെ കുഞ്ഞുകുട്ടി ലഗേജൊക്കെ വലിച്ചൊക്കെ നടക്കുന്ന കേട്ടോ. ആൾ വലിയ ത്രില്ലാണ്. പിന്നെ നമ്മുടെ അനിയത്തിയുടെ ആങ്ങളയുടെ കുട്ടിയുണ്ട്, ദേവഹാരിയുണ്ട്. അപ്പോൾ അവൾ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുള്ളിക്കാരി താഴെ നിൽക്കുന്നുണ്ട്. ആദ്യം വണ്ടിക്ക് കയറിയിരുന്നതായിരുന്നേ. അങ്ങനെ അനിയത്തിയൊക്കെ വന്നിരിക്കുന്നു. നയനയും ഒക്കെ തയ്യാറായി അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അമ്മ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനും ഞാനും അവിടെ അവരെ യാത്രയാക്കാനായിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ നാത്തൂൻ്റെ മോനാണ് അപ്പുറം നടക്കുന്നത്. പിന്നെ എല്ലാവരും എല്ലാ സാധനമൊക്കെ റെഡിയാക്കി വണ്ടിയിലേക്കൊക്കെ വയ്ക്കുവാണേ. പൈസ ഇടാനായിട്ടാ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും എല്ലായിടത്തും ഒരുമിച്ച് പോകുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂട്ടത്തിൽ പോകാൻ പറ്റാതിരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ കല്യാണത്തിരക്കൊക്കെ ആയതുകൊണ്ടാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റാതിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുട്ടി ടാറ്റയൊക്കെ തന്ന് അങ്ങോട്ട് കിടന്നു. ഓക്കേ.